ഞാൻ മൂന്നാറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യം അറിഞ്ഞ വാർത്ത പടയപ്പയുടെ കൂടെ ഒരു ഒറ്റ കൊമ്പനും ഒരു കുടിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നു എന്നാണ്. കുടി എന്ന് പറഞ്ഞാൽ ചെറിയ കുടിലാണ് കേട്ടോ. ഉടൻ തന്നെ ആ കുടിയുടെ അടുത്തേക്ക് പോയി അവിടെ പടയപ്പയും ഒരു ഒറ്റ കൊമ്പൻ കുട്ടിയെയും ഞാൻ കണ്ടു. അപ്രതീക്ഷിതമായി വന്ന മഴ കാരണം ഞാൻ അവിടെ നിന്നും റൂമിലേക്ക് പോയി. വൈകുന്നേരം എൻ്റെ സുഹൃത്ത് പറഞ്ഞു അവർ അതിനടുത്തുള്ളൊരു സ്ഥലത്തുണ്ടെന്ന്. ഉടൻ തന്നെ ഞാൻ അങ്ങോട്ട് പോയി. അവിടെ എത്തിയപ്പോൾ ഒറ്റക്കൊമ്പനും പടയപ്പയും സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ അവിടെ ഉണ്ട്. സാധാരണ ഒറ്റക്കൊമ്പൻ കുട്ടിയുടെ കൂടെ ഒരു വലിയ ഒറ്റക്കൊമ്പനെയും കാണേണ്ടതാണ്, പക്ഷേ അവൻ ഇന്ന് മിസ്സിംഗ് ആണ്. ഇതൊക്കെ എൻ്റെ സുഹൃത്ത് പറഞ്ഞുള്ള അറിവാണ് കേട്ടോ. ഒരുപാട് അകലം പാലിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ വീഡിയോ ക്ലാരിറ്റി നന്നേ കുറവാണ്. കൂടാതെ വൈകുന്നേരം ഒരു 5:30 കഴിഞ്ഞാണ് ഞാൻ ഇവരെ കണ്ടെത്തുന്നത്. സാധാരണ പടയപ്പയുടെ കൂടെ 2 പിടിയും 2 കുട്ടികളെയുമാണ് കാണാറുള്ളത്. ഒറ്റക്കൊമ്പനെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. കുറച്ചു കഴിഞ്ഞപ്പോൾ വലിയ ഒറ്റക്കൊമ്പൻ അവിടെ എത്തിച്ചേർന്നു. പക്ഷേ പടയപ്പയുടെയും ഒറ്റക്കൊമ്പൻ കുട്ടിയുടെയും അടുത്തേക്ക് വരാതെ മാറി നിൽക്കുകയാണ്. ആദ്യം എന്താണെന്ന കാര്യം എനിക്ക് മനസ്സിലായില്ല. പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? കാത്തിരിക്കാം.